എനിക്കങ്ങനെ അനുഭവമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന നടി ജോമോളെ നമ്മൾ കണ്ടു. അതുപോലെ എത്രയോ കുലസ്ത്രീകളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് നമുക്കറിയാം. എൻ്റെ പൊന്നു സാറെ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്, എന്ത് അഡ്ജസ്റ്റ്മെന്റും ചെയ്യാം. ഞാനും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, മോളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സിസിലി ചേച്ചിയും കൂടെ വിളിച്ചുകൊണ്ട് വരാം, അവളും കൂടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. രാത്രി 8 മണി ചർച്ചയ്ക്കൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഒരു അന്തമില്ലാത്ത വിടൽ വിടുന്ന ആളുകളെല്ലാം ഈ സഹജീവികളെയൊക്കെ അത്രയേറെ സ്നേഹിച്ച് സഹപ്രവർത്തകരോടൊക്കെ അത്ര മര്യാദയ്ക്ക് പെരുമാറി ഒരു ഒതുക്കലും നടത്താതെ കഴിവുകൊണ്ട് മാത്രം കയറിപ്പോകുന്നവരാണോ ഈ കുലസ്ത്രീകൾ നിറഞ്ഞ മലയാള സിനിമയിൽ ഇരകളാക്കപ്പെടുന്ന പുരുഷന്മാർ? മലയാള സിനിമയിലെ അതിപ്രശസ്തനായ ഒരു നടൻ തൊട്ട് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ വച്ചടി കയറ്റമായിരിക്കും എന്നൊരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു കരിയറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകും എന്നൊരു വിശ്വാസം മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട്. മീൻ വിചാരിക്കുന്നത് ഈ ഇര അവന്റെ ഭക്ഷണമാണെന്നാണ്. അങ്ങനെയാണ് മീൻ വളരെ ആവേശത്തോടെ വന്ന് ആർത്തിയോടെ വന്ന് ഈ